ആലപ്പുഴയിലേക്ക് വന്നിറങ്ങിയത്. ആലപ്പുഴ എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഗ്രാമങ്ങളും കായലോരങ്ങളുമാണ്. എൻ്റെ ഉമ്മയുടെ വീട് കായലോരങ്ങളുടെ ഒരു ഭാഗത്തായിരുന്നു. രാത്രികാലങ്ങളിൽ ചൂണ്ടയിടാൻ പോകുന്ന, പണ്ടത്തെ പോലെ ചെറിയ മീനുകളെ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. അവരോടുകൂടി ചെറിയ വള്ളിക്കൊട്ടയുമായി ഞാനും പോയിട്ടുണ്ട്. റാന്തൽ വെളിച്ചങ്ങളുടെ ഇടയിലൂടെ മീൻ പിടിക്കാൻ പോകുന്നതും അത് കൊണ്ടുവന്ന് മസാല ചേർത്ത് പൊരിച്ചു തിന്നുന്നതും ഇന്നും ഓർക്കുമ്പോൾ വലിയൊരു നവ്യ അനുഭൂതിയാണ്. അങ്ങനെ കായൽക്കരയിലേക്ക് പോവുക, അവിടെ ഒരു ദിവസം താമസിക്കുക, അത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന് ബോട്ടിലൂടെ യാത്ര മതി എന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ചെന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. താഴത്തേക്ക് ചെന്നു. ബോട്ടിലെ എത്തുന്ന വഴി ചോദിച്ചു. സ്റ്റേഷൻ മാസ്റ്റർ ചെന്നിട്ട് ചോദിച്ചു, ഏതാണ് അടുത്തുള്ള ബോട്ട്? ഞാൻ പറഞ്ഞു, കാവാലമാണ്. അതിനുശേഷം പുള്ളി എന്നെ താഴെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് കായലോരങ്ങളൊന്ന് യാത്ര ചെയ്യണം. ഒന്ന് ഗ്രാമത്തിന്റെ ഭംഗിയും കായലോരങ്ങളുടെ ഇടയിൽ ആൾക്കാർ താമസിക്കുന്നതൊന്ന് കാണണം, തിരിച്ചു വരണം. ഹൗസ് ബോട്ടിലേക്ക് ഒന്ന് യാത്ര പോയാൽ കൊള്ളാവുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, ഇപ്പോ A51 എന്നുള്ള കാവാലം ബോട്ട് വരും, നിങ്ങൾ അതിനകത്ത് കയറുക. നിങ്ങൾക്ക് അതിമഹത്തായ കാഴ്ചകളും മനോഹരമായ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കാത്തിരുന്നു. 11 മണിക്കായിരുന്നു ബോട്ട് വരുന്നത്. ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഞാൻ പോയി അടുത്തുള്ള കടയിൽ നിന്നും കുറച്ച് ചിപ്സും ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചു. ശേഷം ബോട്ടിനായി കാത്തു നിന്നു. ഏതാണ്ട് കുറച്ച് സമയത്തിന് ശേഷം 11:10 ബോട്ട് എത്തിച്ചേർന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ ബോട്ടിന്റെ എഞ്ചിനൊക്കെ ഓഫാക്കി അവിടെ വെച്ചു. ശേഷം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പോലത്തെ മുളയിലൂന്നി ബോട്ട് പതുക്കെ തിരിച്ചു. ശേഷം എല്ലാവരും കയറാൻ തുടങ്ങി. ഏറ്റവും അറ്റത്തായൊരു സീറ്റ് ഞാനും ഇടം പിടിച്ചു. അധികം വൈകാതെ തന്നെ ആൾക്കാരെ നിറഞ്ഞു. ബോട്ട് പതുക്കെ എടുത്തു തുടങ്ങി. പഴയ സൗന്ദര്യവും പ്രൗഢിയും നിറഞ്ഞ പാലങ്ങൾക്കിടയിലൂടെ ബോട്ട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി. ബോട്ട് ഇപ്പോൾ ചെന്ന് വീഴുന്നത് കായലിന്റെ ഒറ്റ നടുവിലൂടെയുള്ള ഒരു ഭാഗത്തേക്കാണ്. കൈത്തോടുകൾ അവിടെ അവസാനിക്കുകയാണ്. കണ്ടുമറന്ന പഴയ നഗരങ്ങൾ തിരിഞ്ഞു പോവുകയാണ്. ഇനി അങ്ങോട്ട് വിശാലമായ കടൽ പോലത്തുള്ള കായൽ. അങ്ങായി ചെറിയ വള്ളങ്ങളിൽ മുക്കുവന്മാരെ പോലെ അന്നന്ന് ജീവിക്കുന്ന ആൾക്കാർ. കടലിൽ പോകുന്നവർക്കാണല്ലോ മുക്കുവന്മാരെന്ന് പറയുക. അപ്പൊ കായലിൽ മീൻ പിടിക്കുന്നവർക്ക് എന്തായിരിക്കും പറയുക? പലപ്പോഴും എൻ്റെ ഒരു ചോദ്യമായിരുന്നു കുട്ടിക്കാലത്തെ. അവരെ മുക്കുവന്മാർ എന്ന് വിളിക്കാറില്ല, അവരെ മീൻപിടുത്തക്കാരെന്നാണ് പറയുക എന്ന് പണ്ട് പറഞ്ഞത് ഓർക്കുന്നു. എന്തായാലും അവരെല്ലാം വിട്ട് മുന്നോട്ട് പോവുക ചെറിയ യാനങ്ങളും ചെറിയ വള്ളങ്ങളും ചെറിയ ഹൗസ് ബോട്ടുകളും കണ്ടു. എച്ച് ബ്ലോക്കിന്റെ സൈഡിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. പാടങ്ങൾ കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നിയത് കായലിന്റെ അതേ വെള്ളത്തിന്റെ അതേ പൊക്കത്തിൽ തന്നെയാണ് ഇപ്പുറത്തെ പാടത്ത് കൃഷിയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വെള്ളം ഈ പാടത്തേക്ക് അതിക്രമിച്ച് കയറാത്തത്? അതുകൊണ്ടായിരിക്കുമോ ഇതിന് ഈസ്റ്റ് വെന്നീസ്, വെന്നീസിൽ ഇതേപോലെ ആയിരിക്കും കൃഷി എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ മുന്നോട്ട് പോയി. പോകുന്തോറും ചെറിയ 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 കുടിലുകൾ കാണാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നേരം പോക്ക് എന്നോണം അവിടുത്തെ സ്ത്രീകൾ ചൂണ്ടയിടാറുണ്ട്. ഒരു നേരം പോക്കിനപ്പുറത്തേക്ക് അന്നത്തേക്കുള്ള എന്തെങ്കിലും കിട്ടിയാൽ പൊരിച്ച് കിട്ടാനുള്ള ഒരു കറി കൂടിയായിരുന്നു അവരുടെ ലക്ഷ്യം. വിദഗ്ധമായി നോക്കി നിൽക്കെ അവർ മീൻ പിടിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റായിട്ട് പിടിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നിരന്തരമായ പരിശ്രമം പലതും മനുഷ്യനെ കൈപ്പിടിയിലൊതുക്കും. അതുപോലെയാണ് ഈ ചൂണ്ടിടലും. പലപ്പോഴും ഞാൻ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. വിദഗ്ധമായി ചെയ്യുന്നതിനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ട് പോകവേ കായലിൽ നിന്നും ചെറിയ ചെറിയ തോടുകളിലേക്ക് ബോട്ട് പ്രവേശിച്ചു. ആളുകൾ വരികയും പോവുകയും ചെയ്തു. ദൂരെ വളരെയധികം ചലിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചു പൊങ്ങി. സമയം 12 മണിയായി. കാവാലം എത്താൻ ഇനിയും അരമണിക്കൂർ കൂടെ. വിശാലമായ കായൽ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകവേ പല വീടുകളിൽ നിന്നുള്ള സുന്ദരമായ കാഴ്ചകൾക്കൊപ്പം തന്നെ അതിമഹത്തായ മണങ്ങളും വന്നെത്തി. ഏതാണ്ട് ഉച്ചയൂണിന്റെ സമയമാകാറായി.
പല വീടുകളിൽ നിന്നും വരുന്ന നല്ല മീൻകറിയുടെ മണം. അവിടെ അടുത്തായിട്ട് ഞാൻ ചോദിച്ചു, നല്ല ഭക്ഷണം കിട്ടുന്ന എവിടെയാണ്? കാവാല ഇറങ്ങി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കത് കിട്ടും. ഞാൻ ഏതാണ്ട് 12:30 കാവാലം എത്തിച്ചേർന്നു. അവിടുന്ന് വിഭവസമൃദ്ധമായ ഊണ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു വഴിയിലൂടെ പോയി. ടാറില്ലാത്ത ചെറിയ മൺപാതയിലൂടെ നടന്നുപോയി. ഇടതുവശത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഊണ് എന്ന്. അവിടേക്ക് കയറി നല്ല ട്യൂഷനിലേക്ക് ഊണ് വിളമ്പി ഭക്ഷണം കൊണ്ടുവന്നു കഴിച്ചു. ബാക്കി പിന്നീട്.